Hi, welcome to Eduworld. So, നമ്മൾ ഇന്ന് ഹോം സയൻസിലെ സെക്കൻഡ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ തിയറീസ് ആണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റൽ തിയറീസ് ആണ്. സോ ഇത് എല്ലാ ഡെവലപ്മെൻറ്റ് മേഖലയിലും ഉള്ള തിയറീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയും അതുപോലെ ബ്രൂണറിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പക്ഷേ നമുക്ക് കുറച്ചുകൂടി നോക്കാം. ജീൻ പിയാഷെ 1896-1988 pioneered in the theoretical contribution made towards the field of cognitive development. His theory was primarily based on observation made by him on his own 3 children. He noted that children evolve in their process of thinking and outlined it in the form of stages starting from infancy to adulthood. So ജീൻ പിയാഷെ ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ തിയറിയുടെ പയനിയർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ്റലക്ച്വൽ ഫീൽഡ് തിയറീസിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ തിയറീസ് മേഡ് ചെയ്തത് അദ്ദേഹത്തിന് തന്നെ 3 കുട്ടികളിൽ നടത്തിയ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റൽ തിയറീസ് ഡെവലപ്പ് ചെയ്തത്. പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി പ്രകാരം പറയുന്നത് ഓരോ കുട്ടികൾ ഓരോ സ്റ്റേജസിലൂടെ പോകുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് ചേഞ്ചസ് എന്ന് പറയുന്നത് ഓരോ ഫിക്സഡ് ഏജുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഇത് ഇൻഫൻസി തൊട്ട് അഡൾട്ട്ഹുഡ് കാലം വരെയാണ് ഈ ഒരു സ്റ്റേജസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 വർഷത്തെ ജനിച്ച ആദ്യത്തെ 2 വർഷത്തെ പിയാഷെ ഈ ഒരു സ്റ്റേജിനെ പറയുന്നത് സെൻസറി മോട്ടോ സ്റ്റേജാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് പിയാഷെയുടെ സെൻസറി മോട്ടോ സ്റ്റേജ്. അതിൽ ഓരോ സ്റ്റേജും എത്ര വയസ്സ് വരെയാണ്, ഇനി അവിടെയുള്ള ഡെവലപ്മെൻറ്റൊക്കെ എന്തൊക്കെ ഡെവലപ്മെൻറ്റൽ ഫിനോമിനാസാണ് ഓരോ ഏരിയയിലുള്ളതെന്ന് നോക്കി വെച്ചിരിക്കുക. സോ ചിൽഡ്രൻ യൂസ് ദെയർ സെൻസസ് ആൻഡ് എബിലിറ്റി ടു മൂവ്, എക്സ്പ്ലോർ ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് സറൗണ്ടിങ്സ്. സോ ഈ ഒരു സ്റ്റേജിൽ പിയാഷെ പറയുന്നത് കുട്ടികൾ അവരുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ടാണ് അവർ ചുറ്റുപാടുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചുറ്റുപാടിനെക്കുറിച്ച് അറിയുകയും സറൗണ്ടിങ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് അവരുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ടാണെന്നാണ് പിയാഷെ പറയുന്നത്. സോ ഈ സെൻസറി മോട്ടോ സ്റ്റേജിൽ കുട്ടികൾ അവരുടെ സെൻസ് ഓർഗൻസിനെയാണ് യൂസ് ചെയ്യുന്നത്. അതിലൂടെയാണ് അവർ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത്. അവരുടെ സറൗണ്ടിങ്സിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നത് സെൻസ് ഓർഗൻസ് യൂസ് ചെയ്താണ്. സോ കുട്ടികൾ എന്ത് കിട്ടിയാലും ഈ ഒരു 2 വയസ്സിൽ അല്ലെങ്കിൽ 1 വയസ്സ് കാലഘട്ടത്തിൽ കുട്ടികൾ എന്ത് കിട്ടിയാലും ആദ്യം എന്ത് ചെയ്ത് നോക്കും, എല്ലാം ഡയറക്റ്റ് വായിലോട്ടാണ് വയ്ക്കുന്നത്. സോ അപ്പോൾ അവരുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ എല്ലാ കാര്യങ്ങളും സറൗണ്ടിങ്ങിലെ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത്. Children display the phenomena of object permanence by the end of this stage, which is being aware that an object continues to exist even when out of sight. സോ ഈ ഒരു സ്റ്റേജിൽ സെൻസറി മോട്ടോ സ്റ്റേജിലെ ഒരു പ്രത്യേകതയാണ് ഈ കുട്ടികൾക്ക് ഈ ഒരു സ്റ്റേജിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് ഉണ്ടാകും. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 1 വയസ്സ് വരെ അല്ലെങ്കിൽ 1 വയസ്സിനകത്ത് വരെയുള്ള കുട്ടികളിൽ ഒബ്ജക്റ്റ് പെർമനൻസ് കാണില്ല. ഒബ്ജക്റ്റ് പെർമനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു വയസ്സിൽ ഒരു 8 മാസം അല്ലെങ്കിൽ 9 മാസമുള്ള ഒരു കുട്ടിയുടെ ഫ്രണ്ടിൽ നമ്മളൊരു കളിപ്പാട്ടം വയ്ക്കുകയാണ്. സോ ആ കുട്ടി അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ അതിനെടുത്ത് മാറ്റിയെന്ന് വിചാരിച്ചു. സോ കുട്ടി നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ കളിപ്പാട്ടം മാറ്റിക്കഴിഞ്ഞാൽ അതെന്തായി, അയാളുടെ പെർസെപ്ഷൻ ഫീൽഡിൽ അതിനെപ്പറ്റിയുള്ള ചിന്തകളില്ല. പിന്നെ അതിനെപ്പറ്റി കുറിച്ച് തിരക്കുകയോ അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കത്തില്ല. അതിൻ്റെ കണ്ണിൽ കാണുന്ന കാര്യം മാത്രമേ പെർമനൻ്റ് ആയിട്ടുള്ളതെന്ന് വിശ്വസിക്കും. പക്ഷേ അത് ഒരു ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞാൽ ഒരു സെൻസറി മോട്ടോ സ്റ്റേജിൻ്റെ ഒരു 2 ഇയർ അടുപ്പിച്ച് അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് ഒരു 1.5 വയസ്സൊക്കെ അടുപ്പിച്ചാകുമ്പോഴത്തേക്ക് അത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ ഒരു കളിപ്പാട്ടം എടുത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചാലും അതവിടെ വന്ന് തിരക്കുമല്ലേ, എവിടെ പോയി, എൻ്റെ കളിപ്പാട്ടം എവിടെ, എൻ്റെ ടോയ് എവിടെ, ഇന്ന ടോയ് എവിടെ എന്നുള്ള കാര്യം അവർ തിരക്കും. അത് കണ്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് ഉള്ളൊരു കൺസെപ്റ്റ് അവരിൽ ഡെവലപ്പ് ചെയ്യും. സോ ഒബ്ജക്റ്റ് പെർമനൻസ് ഈ ഒരു സ്റ്റേജിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. Engaging in symbolic thought at the end of this stage, the child evidences thinking in terms of symbol. സോ സിംബോളിക് തോട്ട് ലാസ്റ്റ് സ്റ്റേജിൽ ഈ 2 വയസ്സിൽ എത്താറാകുന്ന സമയത്ത് അവരിൽ സിംബോളിക് തോട്ടുകൾ ഡെവലപ്പ് ചെയ്യും. ഈ ഒരു സ്റ്റേജിൽ സിമ്പിൾസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള സിമ്പിൾസിലൂടെ അവരെന്താണ് കൺവേ ചെയ്യുന്നത് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സിംബോളിക് തോട്ടുകൾ ഡെവലപ്പ് ചെയ്ത് വരും. ഇനി 2 to 7 ഇയേഴ്സാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. Preschoolers acquire language ability and use it to explore and interact with the surroundings. 2 to 7 years നമ്മൾ
പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയും. ഇവിടെ പ്രീ സ്കൂളേഴ്സാണ്. അവർ ലാംഗ്വേജ് എബിലിറ്റി അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ ചുറ്റുപാടുമായിട്ട് ഇടപഴകുന്നത് വഴി, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്ന, അല്ലെങ്കിൽ അറിയുന്നത് വഴിയാണ് അവർ ലാംഗ്വേജ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നു. ചിൽഡ്രൻ ആക്റ്റീവ്ലി എൻഗേജ് ഇൻ പ്രിറ്റൻഡ് പ്ലേ വിത്ത് സിംബോളിക് തിങ്കിങ് ഓൺ എ ഹൈ ബട്ട് ലോജിക്കൽ തിങ്കിങ് അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ്. സോ ഈ ഒരു ഏജിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഇവർ പ്രിറ്റൻഡ് പ്ലേസ്, അതായത് അവർ ഓരോ ആൾക്കാരെ വെച്ചിട്ട് അവർ ഓരോ കളികൾ കുട്ടികൾ കണ്ടിട്ടില്ല, 2 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സിനകത്തുള്ള കുട്ടികളാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ അവർ അമ്മയാകും, ടീച്ചറാകും, കുട്ടികളാകും. സോ അങ്ങനെ പല രീതിയിലാവും. സിംബോളിക് ടീച്ചർ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഒരു സാരി എടുത്തു കൊടുത്ത് ഒരു വടിയൊക്കെ ആയിട്ട് നടക്കും. സോ സിംബോളിക് തിങ്കിങ് ഉണ്ട്. പക്ഷേ ലോജിക്കൽ തിങ്കിങ് ഉണ്ടോ? ലോജിക്കലി അവർ തിങ്ക് ചെയ്യാറുണ്ടോ? ലോജിക്കൽ തിങ്കിങ് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് പ്രിറ്റൻഡ് പ്ലേ ആയിരിക്കും, സിംബോളിക് തിങ്കിങ് ഉണ്ടായിരിക്കും. സോ ഇനി അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ചിൽഡ്രൻ ഇൻ ദിസ് സ്റ്റേജ് ഡിസ്പ്ലേ ഈഗോ സെൻട്രിസം വിച്ച് ഇസ് ഫെയിലിയർ ടു സീ ദ വേൾഡ് ഫ്രം അനദർ പെർസ്പെക്റ്റീവ്. സോ ഈ ഒരു സ്റ്റേജിലെ കുട്ടികളൊന്നും 2 to 7 ഇയേഴ്സിലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. സോ ഇവർ ഈഗോ സെൻട്രിക് ആയിരിക്കും. ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ അവർക്ക് അവരെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുന്നത് കുറവായിരിക്കും. അവർ എപ്പോഴും ഞാൻ എന്നുള്ളൊരു കാര്യം, എൻ്റെത്, അല്ലെങ്കിൽ എൻ്റെയാണിത്, എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്, എല്ലാം എൻ്റെത്, അല്ലെങ്കിൽ ഈഗോ സെൻട്രിക് ആയിട്ടുള്ളൊരു നേച്ചർ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ് 2 to 7 ഇയേഴ്സ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. So poor reasoning ability as evidenced in centration, that tendency to see only one feature of the object instead of considering all the features together. സോ അതുപോലെ തന്നെ പുവർ റീസണിങ് എബിലിറ്റി കുറവായിരിക്കും. സോ ഇവർക്ക് സെൻട്രേഷൻ എന്ന് പറയും. സെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഫീച്ചർ മാത്രമേ ഇവരെന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. അതിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ഫുൾ ടോട്ടൽ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സിനെ അവർ കാണാൻ ശ്രമിക്കാറില്ല. സോ അതിന് നമ്മൾ സെൻട്രേഷൻ എന്ന് പറയും. ഇനി ഇറിവേഴ്സിബിലിറ്റി ഇല്ലാത്തൊരു കാലമാണ് ഈ ഒരു പ്രീ ഓപ്പറേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. ചൈൽഡ് ഫെയിലിയർ ടു മെൻ്റലി റിവേഴ്സ് ആൻ ആക്ഷൻ. ചിൽഡ്രൻ ഓൾസോ എവിഡൻസ് ഫെയിലിയർ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ വിച്ച് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ നേച്ചർ ഓഫ് ദ ഒബ്ജക്റ്റ്. സോ ഇറിവേഴ്സിബിലിറ്റി ഇല്ല. സോ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 1 + 2 = 3 ആണെന്ന് അവർക്കറിയാം. പക്ഷേ 2 + 1 എന്താണെന്ന് ചോദിച്ചാൽ അവരെന്ത് ചെയ്യും? അത് അവർക്കറിയാൻ പറ്റത്തില്ല. സോ അതിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. റിവേഴ്സിൽ അവർക്ക് തിങ്ക് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടാവില്ല ഈ ഒരു ഏജിൽ 2 to 7 ഇയേഴ്സിൽ. അതുപോലെ തന്നെ കൺസർവേഷൻ ഇല്ലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഒരേ വോളിയമുള്ള 2 ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് എടുക്കുകയെന്ന് വിചാരിച്ചു. ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു നീളം ട്യൂബ്, ഹൈറ്റ് കൂടുതലും ഒരെണ്ണത്തിന് വ്യാപ്തം കൂടുതലാണ്, വിഡ്ത്ത് കൂടുതലാണെന്ന് വിചാരിച്ചു. പക്ഷേ രണ്ടിലും എമൗണ്ട് ഓഫ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. പക്ഷേ ഒരു വിഷ്വലി അവർ നോക്കുമ്പോഴത്തേക്ക് അതിൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് തോന്നുന്നത്? ഹൈറ്റ് ഉള്ളത്. അപ്പോൾ അവർ വിചാരിക്കും ഹൈറ്റ് ഉള്ളതാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ഉള്ളത് എന്ന് പറഞ്ഞ് അവർ അതാണെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ തിരിച്ച് രണ്ടിനും സെയിം വോളിയം ആണ് എന്നുള്ള കാര്യം അവരെന്ത് ചെയ്യും? കൺസർവേഷൻ ഇല്ലാതെ വരും. സോ ഇതാണ് ഈ ഒരു 2 to 7 ഇയേഴ്സിലെ പ്രീ ഓപ്പറേഷണൽ പീരീഡിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? എക്സ്പ്ലോറേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റിലൂടെയാണ് ലാംഗ്വേജ് അറ്റൻഡ് ചെയ്യുക. ഇനി ഇവിടുത്തെ പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്രിറ്റൻഡ് പ്ലേ ആയിരിക്കും. അവിടെ സിംബോളിക് തിങ്കിങ് ഒക്കെ വരുന്ന കാലമാണ്. അതുപോലെ ലോജിക്കൽ തിങ്കിങ് ഇല്ല, ലോവസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈഗോ സെൻട്രിക് ആയിരിക്കും. പിന്നെ കൺസർവേഷൻ ഇല്ല, സെൻട്രേഷൻ ഇല്ല, ഇറിവേഴ്സിബിലിറ്റി ഇല്ല. സോ ഇതെല്ലാം ഇല്ലാത്തൊരു പീരീഡാണ് 2 to 7 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇനി 7 to 12 ഇയേഴ്സ് ആകുമ്പോൾ ചിൽഡ്രൻ ബിക്കം കേപ്പബിൾ ഓഫ് കൺസർവേഷൻ തിങ്കിങ്, acquire ability to see others' perspective and engage in reversible thinking. So 7 to 12 ഇയേഴ്സിന് നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജസ് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും? അവർക്ക് കൺസർവേഷൻ തിങ്കിങ് വരും. സോ രണ്ടിലും സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ആണ് എന്നുള്ള കാര്യം അവരെന്ത് ചെയ്യും? അതിൻ്റെ ഷേപ്പ് മാറിയാലും അതിൽ കണ്ടൻറ്റ് സെയിം ആണെന്നുള്ള കാര്യം അവരിൽ മനസ്സിലാവും. കൺസർവേഷൻ തിങ്കിങ് ഉണ്ടാവും. എക്യൂർ എബിലിറ്റി ടു സീ അതർ പെർസ്പെക്റ്റീവ്സ് ആൻഡ് എൻഗേജ് ഇൻ റിവേഴ്സിബിൾ തിങ്കിങ്. സോ അതുപോലെ മറ്റുള്ളവരെ പെർസ്പെക്റ്റീവിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും? വ്യൂ ചെയ്യാൻ തുടങ്ങും. സോ ഈഗോ സെൻട്രിസം ഒക്കെ കുറേയൊക്കെ മാറി മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നും കൂടെ ചിന്തിക്കാൻ തുടങ്ങും. അതുപോലെ റിവേഴ്സിബിൾ തിങ്കിങ് പോസിബിളാണ്.
1+2=3 ആണെങ്കിൽ 2+1 3 ആണെന്നുള്ള കൺസെപ്റ്റ് അവരെന്ത് ചെയ്യും, മനസ്സിലാക്കി എടുക്കും. എബിലിറ്റി ഓഫ് ലോജിക്കൽ തിങ്കിങ് ഗോസ് അപ്പ് ബട്ട് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ഇസ് സ്റ്റിൽ ലോ. സോ ലോജിക്കൽ തിങ്കിങ് എന്ത് ചെയ്യും, കൂടും. പക്ഷേ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ്, അവർക്ക് അറിയാത്തതിനെ പറ്റി, വേഗ് ഐഡിയാസ് ഉള്ളതിനെ പറ്റിയുള്ള തിങ്കിങ് എന്ത് ചെയ്യും, ഇപ്പോഴും ഈ ഒരു സ്റ്റേജിലും കുറവായിരിക്കും. പക്ഷേ ലോജിക്കലി അവരെന്ത് ചെയ്യാൻ തുടങ്ങും, ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഇനി ലിമിറ്റേഷൻ അറ്റ് ദിസ് സ്റ്റേജ് ഇസ് ദ കോൺക്രീറ്റ് തിങ്കിങ് വെർ ചിൽഡ്രൻ ഗെറ്റ് സോ കൺസ്യൂംഡ് വിത്ത് റൂൾസ് ദാറ്റ് ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദം ഓർ മേക്ക് ആൻ എക്സെപ്ഷൻ. സോ ഈ ഒരു സ്റ്റേജിൽ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റേജിൽ എല്ലാം കോൺക്രീറ്റ് കാര്യങ്ങൾ മാത്രം, അതായത് അവരുടെ ഫ്രണ്ടിൽ അവർക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, അവർക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് കണ്ട് ഒക്കെ കാണുന്ന രീതിയിലുള്ള തിങ്കിങ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, അവർ അത് പോസിബിൾ ആവത്തുള്ളൂ. ഈ ഒരു സ്റ്റേജിലെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതാണ്. കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവരെന്ത് ചെയ്യാറുള്ളൂ, വിശ്വസിക്കാറുള്ളൂ. അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരത് എന്ത് ചെയ്യത്തില്ല, വിശ്വസിക്കത്തില്ല. ഒരു ഏജ് എത്തുന്നത് വരെ കോൺക്രീറ്റ് ഐഡിയാസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ് ആയിരിക്കും ഇവർക്ക്. സോ എന്നാണ് അതിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ പറയുന്നത്. ഇനി അടുത്ത 12th ഇയർ തൊട്ട് അഡൾട്ട്ഹുഡ് വരെ നമ്മളതിനെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജസ് എന്നാണ് പറയുന്നത്. നോട്ട് ഓൾ ഇൻഡിവിജ്വൽസ് റീച്ച് ടിൽ ദിസ് സ്റ്റേജ്. ചിൽഡ്രൻ ബിക്കം കേപ്പബിൾ ഓഫ് അബ്സ്ട്രാക്റ്റ് തിങ്കിങ്. ഡിസ്പ്ലേ ഓഫ് ഈഗോസെൻട്രിസം ഇൻ അഡോളസെന്റ് ആസ് ഡിസ്പ്ലേഡ് ബൈ പേഴ്സണൽ ഫേബിൾ. എ ബിലീഫ് എമംഗ് ദ അഡോളസെന്റ് ദാറ്റ് they are unique and protected from all harm. This justifies their high tendency of risk-taking and to imaginary audience. A belief among the adolescent that they are as much the center in others' life as they are in their own. This gives rise to extreme self-consciousness. സോ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലെത്തുമ്പോൾ കുട്ടികൾക്ക് അബ്സ്ട്രാക്റ്റ് രീതിയിൽ തിങ്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യും. മുമ്പ് എന്തും കോൺക്രീറ്റ് ഐഡിയാസ് ഉള്ളത് മാത്രമേ അവരെന്ത് ചെയ്യുക, തിങ്ക് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ഇവിടെ എന്താണ്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, തിങ്ക് ചെയ്യാൻ തുടങ്ങും. സോ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ വീണ്ടും ഈഗോസെൻട്രിസം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അഡോളസൻസ് ഏജിൽ. സോ അത് പേഴ്സണൽ ഫേബിൾ എന്ന് പറയും. എ ബിലീഫ് എമംഗ് ദ അഡോളസെന്റ് ദാറ്റ് ദേ ആർ യുണീക്ക് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ ഹാം. സോ അവർ തന്നെ വിശ്വസിക്കുകയാണ് അവർ യുണീക്കാണ്, അല്ലെങ്കിൽ അവർ ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്ന്, അവർ എല്ലാ ഹാമിൽ നിന്ന് അവർ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം. ദിസ് ജസ്റ്റിഫൈ ദ ഹൈ ടെൻഡൻസി ഓഫ് റിസ്ക് ടേക്കിംഗ്. സോ അഡോളസൻ ഏജ് ആകുമ്പോഴത്തേക്ക് എന്താണ്, റിസ്ക് ടേക്കിംഗ് ഒരു പീരീഡാണ്. സോ അതുപോലെ ഇമാജിനറി ഓഡിയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. എ ബിലീഫ് എമംഗ് അഡോളസെന്റ് ദാറ്റ് ദേ ആർ മച്ച് സെൻറ്റർ ഇൻ അതേഴ്സ് ലൈഫ് ആസ് ദേ ആർ ഇൻ ദെയർ ഓൺ. സോ ഇവിടെ സെൽഫ് കോൺഷ്യസ്നെസ് കൂടുന്ന ഒരു ടൈമാണ്. അവർക്കൊരു ഇമാജിനറി വേൾഡാണ്, എപ്പോഴും ഒരു സ്വപ്ന ലോകം പോലെ ആയിരിക്കും. അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ കാര്യങ്ങളിലും അവരാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും ഈ ഒരു ഏജിൽ വരുന്നത്. സോ ഇതിൽ മെയിനായിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ട അബ്സ്ട്രാക്റ്റ് തിങ്കിങ് പോസിബിൾ ആവുന്ന സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്, 12 ഇയേഴ്സ് തൊട്ട് അഡൾട്ട്ഹുഡ് വരെ. നെക്സ്റ്റ് തിയറിയാണ് വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്. സോ വൈഗോട്സ്കിയുടെ തിയറിയുടെ പേരാണ് സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്. സോ ലേ വൈഗോട്സ്കി, a Soviet psychologist, proposed the socio-cultural theory of cognitive development, which was distinct from the one proposed by Jean Piaget. So ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു തിയറിയാണ് വൈഗോട്സ്കിയുടെ. While Piaget laid emphasis on the importance of interaction of the child with the objects in the surrounding in the development of cognitive ability, Vygotsky stressed on the importance of social interactions with skilled adult and peers. Listed below are two main concepts of his theory that are briefly summarized. So ജീൻ പിയാഷ ഇവിടെ ഇൻറ്ററാക്ഷൻ, കുട്ടികളുടെ ലേണിംഗ് എബിലിറ്റീസൊക്കെ കുട്ടികൾ തന്നെ എന്ത് ചെയ്യും, എൻവയോൺമെൻറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ വൈഗോട്സ്കി സ്ട്രെസ് ചെയ്യുന്ന എന്താണ്, സോഷ്യൽ ഇൻറ്ററാക്ഷൻ. സോ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ലഭിക്കുന്നതാണെന്നാണ് ഈ വൈഗോട്സ്കി സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ സോഷ്യൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം ഓർത്ത് വെച്ചിരിക്കുക. സോഷ്യൽ ഇൻറ്ററാക്ഷനിലൂടെ ആണെങ്കിൽ കുട്ടികൾ അഡൾട്ട്, സ്കിൽഡ് ആയിട്ടുള്ള അഡൾട്ട് അല്ലെങ്കിൽ പിയേഴ്സിൽ നിന്നാണ് പല കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നത്, പഠിക്കുന്നതെന്നാണ് ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. The cognitive development is evidenced in children through the process of scaffolding, which involves a highly skilled learner. So അത് adult or siblings, elder peer, helping a low skilled learner, the child, followed by a gradual withdrawal of the help extended so that the low skilled learner become capable of doing the task by own self. So ഈ ഒരു വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി പ്രകാരം വരുന്നൊരു
ടേമാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഗൈഡിങ് ദ ലേണർ ഫ്രം വാട്ട് ഈസ് പ്രസൻ്റ്ലി നോൺ ടു വാട്ട് ഈസ് ടു ബി നോൺ. സോ ഒരു വ്യക്തിയെ സ്കഫോൾഡ് ചെയ്യുക എന്നാൽ ഒരു സ്കഫോൾഡിങ്ങിൻ്റെ മലയാളം എന്ന് പറയുന്നത് കൈത്താങ്ങെന്നാണ് പറയുന്നത്. സോ ഇതിൽ ഇദ്ദേഹം പറയുന്നത് കുട്ടികൾ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ലേണേഴ്സ് അല്ലെങ്കിൽ അതായത് കൂടെയുള്ള അഡൾട്ടായിട്ടുള്ള പാരൻസോ സിബ്ലിങ്സോ അങ്ങനെയുള്ള ആൾക്കാർ ഇവരെന്ത് ചെയ്യും, ഹെൽപ്പിങ് എ ലോ സ്കിൽഡ് ലേണർ, അതായത് ചൈൽഡിനെ ഹെൽപ്പ് ചെയ്യുന്നു. പല കാര്യങ്ങളും അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കഫോൾഡിങ് കൊടുക്കുന്നുണ്ട്, ഒരു കൈത്താങ്ങ് കൊടുക്കുന്നു. എന്നിട്ട് ഗ്രാജുവലി അയാൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് അവർ വിഡ്രോ ചെയ്ത് മാറും. അപ്പോൾ അവർ ആ ഒരു കുട്ടി ആ ഒരു സ്കിൽ എന്ത് ചെയ്യും അത് പഠിച്ചെടുക്കും. സോ അതിനാണ് നമ്മൾ സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. കൈത്താങ്ങ് കൊടുക്കുക, അയാൾക്ക് അറിയാത്തൊരു കാര്യം അറിയുന്ന ഒരു വ്യക്തി അത് പറഞ്ഞു കൊടുത്ത് അയാളത് ചെയ്യാൻ പ്രാപ്തമാക്കി എടുക്കുന്നത്, ആ മെത്തേഡിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ടേം ആരുടെ കോൺട്രിബ്യൂഷനാണ്, സോ വൈഗോട്സ്കിയുടെ കോൺട്രിബ്യൂഷനാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ സ്കഫോൾഡിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ പ്രോസസ് ഓഫ് ഗൈഡിങ് ദ ലേണർ ഫ്രം വാട്ട് ഈസ്, സോ ഒരു വ്യക്തിക്ക് എന്താണോ ഇപ്പോൾ അറിയുന്നത് അതിനെ പ്രസൻ്റ്ലി നോൺ ടു വാട്ട് ഈസ് ടു ബി നോൺ, അറിയുന്നതിൽ നിന്ന് പുതിയതായിട്ട് എന്തൊക്കെ അറിയണോ അത് പറഞ്ഞു കൊടുക്കുന്നു. അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാൾ അത് ചെയ്യിക്കുന്നതിനാണ് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. സോ ഇനി ഇതിനെ തന്നെ അടുത്ത് നമുക്ക് ഓരോ ലെവൽസ് ആയിട്ട് പറയാം. സോ ഇത് 3 ലെവലായിട്ട് പറയുന്നുണ്ട്. ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്, പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. സോ അപ്പോൾ ഈ ഒരു ഏരിയാസ് കൂടുതലും ബി എഡുകളിലാണ്, ബി എഡ് എം എഡ് എക്സാമുകളിൽ വരുന്നതാണ്. സോ അപ്പോൾ അതിൽ മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഏത് തിയറിയുടെ ഭാഗമാണ്. സോ അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് വൈഗോട്സ്കിയുടെ തിയറിയുടെ ഭാഗമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD എന്ന് പറയും. ഈച്ച് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പീരീഡ് കൺസിസ്റ്റ് ഓഫ് എ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. സോ ഓരോ കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ പീരീഡിലും അവിടെ എന്തുണ്ട്, ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഈസ് ഡിഫൈൻഡ് ആസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചൈൽഡ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ലെവൽ ആസ് അസസ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് എ ഹയർ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻ ഗൈഡഡ് ആക്ടിവിറ്റീസ് വിത്ത് അഡൾട്ട് ഓർ പിയേഴ്സ്. Using clues, words of encouragement, modeling, explanation and prompt, the skilled adult collaborate with the child to transfer them to a level slightly above their competencies where they need assistance. സോ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു കുട്ടി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചൈൽഡ് ആക്ച്വൽ ഡെവലപ്പ്, ഒരു കുട്ടിയുടെ ആക്ച്വലായിട്ട് അവൻ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ലെവലും അതെങ്ങനെ അസസ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ അസസ് ചെയ്യാൻ, ബൈ ഇൻഡിപെൻഡൻറ്റ് പ്രോബ്ലം സോൾവിങ്, അവന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻ ഗൈഡഡ് ആക്ടിവിറ്റീസ് വിത്ത് അഡൾട്ട് ആൻഡ് പിയേഴ്സ്. സോ അതല്ലെങ്കിൽ അഡൾട്ട് അല്ലെങ്കിൽ പിയേഴ്സിൻ്റെ സഹായത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. യൂസിങ് ക്ലൂസ്, വേർഡ്സ് ഓഫ് എൻകറേജ്മെൻറ്റ്, എന്തെങ്കിലും ക്ലൂസ് കൊടുക്കുക അല്ലെങ്കിൽ എൻകറേജ്മെൻറ്റ് കൊടുക്കുക, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡൽ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. ഇങ്ങനെയുള്ള സ്കിൽഡ് ഒരു അഡൾട്ടുമായിട്ട് കൊലാബറേറ്റ് ചെയ്ത് അവന് അടുത്തൊരു സ്റ്റേജത്തിൽ അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിച്ചെടുക്കുന്നു. സോ ആ ഡിഫറൻസിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ദാറ്റ് ദ ലേണർ ഹാസ് ഓൾറെഡി റീച്ച്ഡ് അറ്റ് എ ഗിവൺ ടൈം. സോ അതായത് ആ വ്യക്തി, ആ കുട്ടി അവൻ്റെ ആ ഒരു ഏജിൽ അവൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ആ ഒരു ടൈമിൽ അവൻ എന്തൊക്കെ അവൻ പഠിച്ചിട്ടുണ്ടെന്നതിനാണ് അത് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലെവൽ ദാറ്റ് ദ ലേണർ ഈസ് കേപ്പബിൾ ഓഫ് റീച്ചിങ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ടീച്ചേഴ്സ് ഓർ ഇൻ എ കൊളാബറേഷൻ വിത്ത് പിയേഴ്സ്. സോ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് അവൻ്റെ ആ ഒരു ഏജിനേക്കാളും കൂടുതൽ ഒരു പിയറിൻ്റെ അല്ലെങ്കിൽ ഒരു അഡൾട്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി അവൻ എന്ത് ചെയ്യുന്നു, ഒരു പടി അല്ലെങ്കിൽ ഒരു തലം മുൻപിലോട്ട് എത്തുന്നു. സോ അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഒരു കുട്ടി തന്നെ പഠിക്കുന്നതും അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു മറ്റൊരാളുടെ സഹായത്തോടു കൂടി അവൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. Collaborate with the child to transfer them to a level slightly above their competencies where they need assistance. So ആ ഒരു ഇതിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത്രയും റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. റീഡ് ദ എക്സാമ്പിൾ കെയർഫുള്ളി ആൻഡ് ലേബൽ ഈച്ച് ഓഫ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടേംസ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ. സോ ഫസ്റ്റ് വൺ, ദർശ് ക്യാൻ സോൾവ് മാത്സ് പ്രോബ്ലം ഓഫ് ഗ്രേഡ് 4 on his own, but with the help of his maths tutor he can also solve maths problem of grade 6. So
ദർശന് നോർമലി അവൻ്റെ ഏജിനനുസരിച്ച് അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പം ആ ക്ലാസ്സിലുള്ള പ്രോബ്ലംസ് അവന് സോൾവ് ചെയ്യാൻ അറിയാം. പക്ഷേ അവന് എന്ത് ചെയ്യും, ഒരു ടീച്ചർ അല്ലെങ്കിൽ അവൻ്റെ പാരൻ്റ് അവന് ഒരു 6ാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അവനെ സഹായിക്കുകയാണ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ആ ഒരു ഡിഫറൻസിനെ നമ്മൾ പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. സോ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. When 4 years old Diya wanted to gift a teddy to her grandmother because that is what she would have also wanted. So 4 വയസ്സുള്ളൊരു കുട്ടി ദിയ കുട്ടി അവരുടെ അമ്മൂമ്മയ്ക്ക് ഗ്രാൻഡ് മദറിന് എന്ത് ചെയ്യുക, ഒരു ടെഡി ബിയറിന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്? അവൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ളത് എപ്പോഴും എന്തായിരിക്കും, ടെഡി ബിയറാണ്. സോ അപ്പം അതെന്ത് ചെയ്യും, അപ്പോൾ അമ്മൂമ്മയ്ക്കും അതാണ് ഇഷ്ടം. മറ്റുള്ളവരെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഈഗോ സെൻട്രിസം എന്നാണ്. സോ ഈഗോ സെൻട്രിസം ആണ് സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ. ഇനി തേർഡ് വൺ, ലിറ്റിൽ സുഹാനി ഇസ് അപ്സെറ്റ് that she got a smaller piece of cake than her elder sister. Nandini, when her mother cut Suhani's cake into 2 pieces, she is very happy that she now has 2 pieces of cake and her elder sister only 1. So ഒരു സ്ഥിരം വീട്ടിൽ നടക്കുന്നതല്ലേ, അനിയത്തിക്ക് വലിയ പീസ്, ചേട്ടന് വലിയ പീസ് കിട്ടിയെന്ന് പറഞ്ഞ പ്രശ്നം. സോ ഇതേ കണക്ക് സുഹാനിക്ക് എന്ത് ചെയ്തു, അമ്മ കേക്ക് കൊടുത്തപ്പോൾ ചെറിയ പീസാണെന്ന് തോന്നി. സോ അതിന് അനിയത്തിക്ക് വലിയ പീസ് ഉള്ളതുപോലെയും തോന്നി. സോ അപ്പോൾ അതിനെന്ത് ചെയ്തു, അമ്മ എന്താ ചെയ്ത്, സുഹാനിയുടെ കയ്യിലിരുന്ന കേക്കിനെ എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്തു. സോ അപ്പം സുഹാനിയുടെ കയ്യിൽ എന്തുണ്ട്, 2 പീസ് കേക്കായി. പക്ഷെ അവിടെ ഒരേ കേക്കിൽ നിന്ന് തന്നെയാണ് 2 എണ്ണം വന്നത്. സോ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓവറോൾ ഫീച്ചേഴ്സ് ഒന്നിച്ച് കാണാൻ പറ്റാതെ വന്നു. സോ അതിന് നമ്മൾ പറയുന്നത് സെൻട്രേഷൻ എന്നാണ്. സോ അപ്പോൾ ഓപ്ഷൻ സി ആണ്, സെൻട്രേഷൻ ആണ്. ഇനി വെൻ നിക്കി തിങ്ക് ഹി ഈസ് സ്പെഷ്യൽ ആൻഡ് നത്തിങ് റോങ് ക്യാൻ ഹാപ്പൻ ടു ഹിം ഈവൻ ഇഫ് ഹി ഈസ് ഡ്രൈവിംഗ് ഡ്രങ്ക്. സോ നിക്കി തിങ്ക് ചെയ്യാണ്, അയാൾ എന്താണ്, സ്പെഷ്യലാണ്, അയാൾക്കൊന്നും പേടിക്കാനില്ല, ഇനി ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്താലും ഒരു പ്രശ്നവും വരത്തില്ല എന്ന് ചിന്തിക്കുന്ന ഇതിന് നമ്മൾ പറയുന്നത് പേഴ്സണൽ ഫേബിൾ എന്നാണ്. സോ നമുക്ക് അഡോളസെൻ്റ് ഏജിലെത്തുമ്പം ഈഗോ സെൻട്രിക് ആകും. അതായത് നമുക്കൊരു പ്രോബ്ലവും ഇല്ല, ഒന്നും നമ്മൾ ബാധിക്കില്ല എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ പേഴ്സണൽ ഫേബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബ്രൂണറിൻ്റെ ഐഡിയ ഓഫ് നോളജ് അക്വിസിഷൻ ആണ്. ജെറോം എസ് ബ്രൂണർ, ആൻ അമേരിക്കൻ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റ്, ഇൻട്രൊഡ്യൂസ് വൈഗോസ്കീസ് ഐഡിയാസ് ടു വെസ്റ്റേൺ സ്കോളേഴ്സ്. വൈഗോസ്കിയുടെ ഐഡിയാസിനെ എന്ത് ചെയ്തു, വെസ്റ്റേൺ സ്കോളറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു സൈക്കോളജിയിൽ. ഹി കമ്പയർഡ് മെനി ആസ്പെക്ട്സ് ഫ്രം പിയാഷെ ആൻഡ് വൈഗോസ്കി തിയറി. സോ പിയാഷയുടെയും വൈഗോസ്കിയുടെയും തിയറീസ് കമ്പൈൻ ചെയ്തിട്ടാണ് ബ്രൂണർ എന്ത് ചെയ്തത്, ഇങ്ങനെ നോളജ് ഓഫ് അക്വിസിഷൻ ഐഡിയാസ് കൊണ്ടുവന്നത്. ഹി പോസിറ്റഡ് 3 forms ഓഫ് നോയിങ്. സോ ഇതിൽ ഇദ്ദേഹം 3 ഫോംസ് ആണ് പറയുന്നത്. അത് ഇനാക്റ്റീവ് റെപ്രസെൻറ്റേഷൻ, അതായത് നോളജ് ബേസ്ഡ് ഇൻ ആക്ഷൻ ഓർ നോയിങ് ഹൗ ടു ഡു തിങ്സ്. സോ ഇദ്ദേഹം 3 തലങ്ങളായിട്ടാണ്, 3 സ്റ്റേജസിലൂടെയാണ് ലേണിംഗ് അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇനാക്റ്റീവ് റെപ്രസെൻറ്റേഷൻ. സോ ഇവിടെ നോളജ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് ബേസ് ചെയ്തിരിക്കുന്നതാണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ചിൽഡ്രൻ ഷുഡ് ഗെറ്റ് മോട്ടോർ എക്സ്പീരിയൻസ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്. സോ ഒരു കാര്യം കുട്ടിക്ക് മനസ്സിലാവണമെങ്കിൽ അവന് മോട്ടോർ എക്സ്പീരിയൻസ് കിട്ടണം. ഇൻഫൻറ്റ് അണ്ടർസ്റ്റാൻഡ് എൻവയോൺമെൻറ്റ് ബൈ സക്കിങ്, ബൈറ്റിംഗ് ആൻഡ് ഗ്രാസ്പിംഗ്. സോ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യും, അവൻ്റെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ്, വിരൽ സക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവന് കിട്ടുന്ന സാധനങ്ങൾ എന്താണോ അത് കടിക്കുക, അല്ലെങ്കിൽ അത് കൈ എത്തിപ്പിടിക്കുക. സോ അപ്പം മോട്ടോർ എക്സ്പീരിയൻസിലൂടെയാണ് അവന് ലേണിംഗ് നടക്കുന്നത്. ആ ഒരു സ്റ്റേജിനെയാണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇത് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ ഇനാക്റ്റീവ് സ്റ്റേജ് കാണപ്പെടുന്നത്. ഇനി അടുത്തതാണ് ഐക്കോണിക് നോളജ് ബേസ്ഡ് ഓൺ റെപ്രസെൻറ്റിംഗ് നോളജ് ത്രൂ വിഷ്വൽ ഇമാജിനറി. സോ ഇവിടെ നോളജ് കുട്ടികളിൽ എത്തുന്നത് എങ്ങനെയാണ്, ഐക്കോണിക് എന്ന് പറയുമ്പോഴത്തേക്ക് കോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് ആർ ത്രൂ പിക്ചേഴ്സ് ആൻഡ് ഇമേജസ്. പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജസിലൂടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, കോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് കിട്ടുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ചൈൽഡ് ഡ്രോയിങ് ആൻഡ് ഇമേജ് ഓഫ് എ ട്രീ വുഡ് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദിസ് ഏജ്. സോ കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു മരം വരയ്ക്കുന്നു. സോ ഒരു മരം വരയ്ക്കുക എന്ന് പറയുന്നത് അവൻ എന്ത് ചെയ്യുകയാണ്, അവൻ്റെ ഐക്കോണിക് അല്ലെങ്കിൽ ആ വിഷ്വൽ ഇമേജസിലൂടെ അവൻ ആ പിക്ചർ എന്ത് ചെയ്യുന്നത് അവിടെ റെപ്രസെൻ്റ് ചെയ്ത് വരയ്ക്കുന്നത്. സോ അപ്പം കാഴ്ചയിലൂടെ കിട്ടുന്ന കോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് ത്രൂ പിക്ചേഴ്സ് ആൻഡ് ഇമേജസ്. ഈ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജസിലൂടെ അവന് കിട്ടുന്ന
എക്സ്പീരിയൻസ് ആണ്. സോ ആദ്യത്തെ ഇനാക്റ്റീവ് സ്റ്റേജ് ആകുമ്പോൾ അത് മോട്ടോർ എക്സ്പീരിയൻസിലൂടെയാണ് അവൻ എന്ത് ചെയ്യുക, അവൻ്റെ എൻവയോൺമെൻറ്റിനെ അവൻ തന്നെ എന്ത് ചെയ്യും, സക്ക് ചെയ്യുകയും ബൈറ്റ് ചെയ്യുകയും ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനെയാണ് നമ്മൾ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഐക്കോണിക് സ്റ്റേജ് 1 to 6 years വരെയാണ്. ഇത് സ്റ്റേജ് ഓഫ് ഇമേജറി എന്നും പറയും. ഇനി ലാസ്റ്റ്ലി സിംബോളിക് സ്റ്റേജാണ്. ഇത് 7 yearsൽ നടക്കുന്ന 7 yearsൽ താഴെയാണ് നടക്കുന്നതാണ്. ദിസ് ഫോംസ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ് ആൻഡ് ഇസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കൾച്ചർ. സ്റ്റുഡൻസ് ആർ ഏബിൾ ടു യൂസ് ലോജിക്, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആൻഡ് സിമ്പിൾ സിസ്റ്റം. സോ സിംബോളിക് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഹയർ ഓർഡർ ലെവലിലുള്ള തിങ്കിങ് ആണ്. ഇവിടെ ലോജിക്കൽ തിങ്കിങ് വരും. ഇവിടെ ലാംഗ്വേജ് ബേസ് ആയിരിക്കും ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. അത് കൾച്ചറിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. പല കാര്യങ്ങളും 7 വയസ്സ് കഴിയുക എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യാം, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ അപ്പം സിംബോളിക് എന്ന് പറയുന്നത് അതാണ്. സോ ഇത്രയുമാണ് 3 സ്റ്റേജസ് ആണ് ബ്രൂണർ പറയുന്നത്. സോ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. സോ ഇനാക്റ്റീവ് സ്റ്റേജ് ആകുമ്പോൾ ഇവിടെ നോളജ് അക്യൂർ ചെയ്യുന്നത് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ഷനിലൂടെയാണ്, അല്ലെങ്കിൽ മോട്ടോർ ആക്ഷനിലൂടെ അല്ലെങ്കിൽ ചെയ്യുന്നതിലൂടെയാണ് അവൻ എൻവയോൺമെൻറ്റിനെ അറിയുന്നതും അതുപോലെ കാര്യങ്ങൾ പഠിക്കുന്നതും. ഐക്കോണിക് ആകുമ്പോഴത്തേക്ക് പിക്ചേഴ്സിലൂടെ അല്ലെങ്കിൽ ഇമേജസിലൂടെയാണ് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നതാണ് ഐക്കോണിക് സ്റ്റേജ്. ലാസ്റ്റ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, സിംബൽസ് അല്ലെങ്കിൽ ലാംഗ്വേജിലൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. അതായത് കുറച്ചുകൂടെ ഹയർ ലെവൽ തിങ്കിങ് ലെവൽസ് വരുന്നതാണ് സിംബോളിക്. സിംബൽസ് കാണുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യും, പല കാര്യങ്ങളും മനസ്സിലാകും. ഇന്ത്യയുടെ ഫ്ലാഗ് കാണുമ്പോൾ എൻ്റെ സിമ്പിൾ കാണുമ്പോൾ ഇത് ഇന്ത്യൻ ഫ്ലാഗ് ആണെന്നുള്ള ഹയർ ലെവൽ തിങ്കിങ് വരുന്നതാണ് സിംബോളിക്കിൽ പറയുന്നത്. ഇനി ദിസ് ഫോംസ് ഓഫ് നോളജ് പാർഷ്യലി ഓവർലാപ്പ്. For instance, when learning the sport of surfing, inactive representation is most important, and just reading books on surfing will not enable a person to learn the water sport. So ഈ നോളജുകൾ എന്ന് പറയുന്നത് പാർഷ്യലി എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് പോകാം. സോ ഇപ്പോൾ ഒരു കുട്ടി ഒരു സർഫിങ് ഒരു സ്പോർട്സ് ആയിട്ടുള്ള സർഫിങ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. സോ അതിന് അവൻ എന്താവശ്യമുണ്ട്, ഇനാക്റ്റീവ് റെപ്രസെൻറ്റേഷൻ വേണം. അവൻ മോട്ടോർ കോർഡിനേഷനിലൂടെ അവൻ ചെയ്താൽ മാത്രമേ അതെന്ത് ചെയ്യാൻ പറ്റൂ, അവന് ആ സർഫിങ് നമുക്ക് പറയുന്ന പോലെ സ്കേറ്റിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവൻ വെൻ ലേണിംഗ് ദ സ്പോർട്ട് ഓഫ് സർഫിങ് ഇൻ ജസ്റ്റ് റീഡിങ് ബുക്ക് ഓൺ സർഫിങ് വിൽ നോട്ട് എനേബിൾ എ പേഴ്സൺ ടു ലേൺ ദ വാട്ടർ സ്പോർട്സ്. സോ പക്ഷേ അവനത് സർഫിങ്ങിനെ കുറിച്ചുള്ള ബുക്ക് വായിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അവനത് ചെയ്യാൻ പറ്റുമോ? അത് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അതവിടെ ചെയ്യാൻ പറ്റില്ല. അവന് ആ കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയാൻ മാത്രമേ പറ്റൂ, അത് ചെയ്യാൻ പറ്റില്ല. On the other hand, once the person learns surfing, they might improve performance by visualizing ocean, river or artificial waves and glide across the surface of water, as well as by verbal feedback on the performance. So, ഇതിന് പകരം അവൻ എന്ത് ചെയ്യാം, ഇവൻ പഠിക്കുകയാണ്, സർഫിങ് പഠിച്ചിട്ട് ഇത് സർഫിങ് പഠിച്ചതിന് ശേഷം അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, അതിനെ ഈ ഓഷ്യൻസിനെ വിഷ്വലൈസ് ചെയ്യാം. അതാ വിഷ്വലൈസ് ഐക്കോണിക്കിലൂടെ വിഷ്വലൈസ് ചെയ്താണ്. ഓഷ്യൻസ് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ തിര കൂടി വന്നാൽ, അല്ലെങ്കിൽ പല രീതിയിൽ ആർട്ടിഫിഷ്യൽ വേവ്സ് വന്നാൽ എങ്ങനെ ഗ്ലൈഡ് ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, അവന് പഠിക്കാം. അവന് വെർബൽ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പെർഫോമൻസിലൂടെയൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇതാണ് ജെറോം ബ്രൂണറിൻ്റെ നോളജ് അക്വിസിഷൻ തിയറി എന്ന് പറയുന്നത്. സോ 3 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്: ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. നെക്സ്റ്റ് തിയറിയാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി. ഇറ്റ് ഈസ് എ മെമ്മറി മോഡൽ ദാറ്റ് ലുക്സ് ഇൻ ടു ഹൗ ഇൻഫർമേഷൻ ഇസ് റിസീവ്ഡ് ആൻഡ് സ്റ്റോർഡ് ഫോർ ഷോർട്ടർ ഓർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. സോ ഇതൊരു മെമ്മറി മോഡലാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ മെമ്മറിയിലെ തിയറീസിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇത് ഇനി പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. അറ്റൻഷൻ, പ്രോസസ്സസ്, മെയിൻ്റനൻസ് ആൻഡ് ഇലാബറേറ്റീവ് റിഹേഴ്സൽ ആർ സം ഓഫ് ദ കീ സ്ട്രാറ്റജീസ് യൂസ്ഡ് ടു രജിസ്റ്റർ and store information into the short term memory and long term memory. സോ നമുക്കൊരു മെമ്മറിയെ തന്നെ നമ്മൾ മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം പഠിക്കുന്നുണ്ട്. സോ ഒരു അറ്റൻഷനിലൂടെ അല്ലെങ്കിൽ അറ്റൻഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിലൂടെ അത് ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്നതിലൂടെ നമുക്കിതിന് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്ന മെമ്മറീസിനെ ഒരു ഷോർട്ട് ടേം പീരീഡിലോട്ടോ അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിലോട്ടോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. Infants have memory capacity, and one instance to prove it is by how they are capable to differentiate unfamiliar and familiar faces by the age of 5 to 6 months. Children in preschool move a step ahead when they are able to use language to form memories. However, preschoolers may not be aware of strategies to take the information from short-term memory to long-term memories.
സോ ഒരു കുഞ്ഞ് ജനിക്കുമ്പം തന്നെ അവൻ എന്തുണ്ട്, മെമ്മറി കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഒരു അമ്മ എടുക്കുമ്പോൾ കരയും, ചിലപ്പോൾ വേറെ അമ്മയല്ലാന്ന് വേറൊരാൾ മാറി അവൻ എടുത്തു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും, പെട്ടെന്ന് കരയാൻ തുടങ്ങും അല്ലേ. സോ അവിടെ എന്താണ്, അവൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അൺഫെമിലിയർ അല്ലെങ്കിൽ ഫെമിലിയർ ഫേസസിനെ അവൻ തിരിച്ചറിയുകയാണ്. സോ അതൊരു 5-6 മാസം ആകുമ്പോഴത്തേക്ക് അതങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങും. സോ ഒരു പ്രീ സ്കൂളർ എത്തുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഉള്ളിലോട്ടാവും. അവൻ ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ തുടങ്ങും. മെമ്മറീസ് ഫോം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, അവൻ ലാംഗ്വേജ് ഫോം ചെയ്യും. However, preschoolers may not be aware of strategies to take the information from short term to പക്ഷേ അവർ മെമ്മറീസ് ഫോം ചെയ്യുമെങ്കിലും പക്ഷേ അവർക്ക് അറിയില്ല അത് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാണ് ഒരു ഷോർട്ട് ടേം മെമ്മറിയിലുള്ള മെമ്മറീസിനെ ലോങ് ടേം മെമ്മറിയിലോട്ട് എത്തിക്കുന്നതെന്ന്. ഓൾസോ പ്രീ സ്കൂളേഴ്സ് ആർ ഏബിൾ ടു സസ്റ്റെയിൻ എപ്പിസോഡിക് മെമ്മറി വിച്ച് ഇസ് റിലേറ്റഡ് ടു പേഴ്സണൽ ഇവൻറ്റ്സ് ആൻഡ് പ്രൊസീജിയറൽ മെമ്മറി ലൈക്ക് ലേണിംഗ് ടു റൈഡ് എ ബൈസിക്കിൾ. സോ പ്രീ സ്കൂളേഴ്സിനും എപ്പിസോഡിക് മെമ്മറി എന്ത് ചെയ്യും, അല്ലെങ്കിൽ പേഴ്സണൽ ഇവൻറ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിന് നമ്മൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. ഇതൊക്കെ ടൈപ്സ് ഓഫ് മെമ്മറിയിൽ വരുന്ന കാര്യമാണ്. ഒരു പ്രീ സ്കൂളർ ആകുമ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്യാൻ നോക്കും, എപ്പിസോഡിക് മെമ്മറി അവരുമായിട്ട് റിലേറ്റ് ചെയ്യും. അവൻ്റെ പേഴ്സണൽ ഇവൻറ്റുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ എന്ത് ചെയ്യും, അവൻ ഓർത്ത് വെച്ചിരിക്കും. പ്രൊസീജിയർ മെമ്മറീസ് ലൈക്ക് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുക, അതൊക്കെ എന്താണ്, പ്രൊസീജിയറൽ മെമ്മറിയാണ്. സോ അതെല്ലാം എന്ത് ചെയ്യും, പഠിച്ചു വയ്ക്കും. ചിൽഡ്രൻ ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ് അറൈവ് അറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ദെയർ ഓൺ മെമ്മറീസ് വർക്ക്. സോ ഒരു മിഡിൽ ചൈൽഡ്ഹുഡ് എത്തുമ്പോഴത്തേക്ക് അവർ മനസ്സിലാക്കിയെടുക്കുക അല്ലേ, എൻ്റെ മെമ്മറീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, സ്വന്തം നമ്മുടെ തന്നെ മെമ്മറീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ മെറ്റാ മെമ്മറി എന്ന് പറയും. അതിന് മെറ്റാ മെമ്മറി എന്നാണ്. സ്വന്തം നമ്മുടെ മെമ്മറിയെക്കുറിച്ച് നമുക്ക് അവെയർ ആയിരിക്കുന്നതിനെ പറയുന്നത് മെറ്റാ മെമ്മറി എന്നാണ്. സോ ഈ ഒരു മിഡിൽ ചൈൽഡ്ഹുഡിൽ എത്തുമ്പോഴാണ് മെറ്റാ മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നത്. ദേ അക്വയർ സ്ട്രാറ്റജീസ് ദാറ്റ് എനേബിൾ ദം ടു സ്റ്റോർ ആൻഡ് ഓർഗനൈസ് ഇൻഫർമേഷൻ ഇൻ മെമ്മറി സ്റ്റോർ. ദിസ് ഈസ് പോസിബിൾ വിത്ത് ആൻ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദെയർ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ അവർ കുറേ സ്ട്രാറ്റജീസ് ഒരു മിഡിൽ ചൈൽഡ്ഹുഡ് ആകുമ്പോഴത്തേക്ക് അവർ കണ്ടുപിടിച്ച് വയ്ക്കും. സോ ഇതിലൂടെ അവർക്ക് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെയൊക്കെ സഹായിക്കാം. നെക്സ്റ്റ് തിയറിയാണ് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റൽ തിയറി. ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന പിയാഷെയുടെ വർക്ക് വിത്ത് ചിൽഡ്രൻ. ലോറൻസ് കോൾബർഗ്, അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, ഡെവലപ്ഡ് ഹിസ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ഹിസ് തിയറി വാസ് മച്ച് മോർ അഡ്വാൻസ് ആസ് കമ്പയർഡ് ടു പിയാഷെ's two-stage theory of moral judgment, which differentiated younger children's response to moral dilemmas that were fixed versus older children's view of moral dilemma that were relativistic. Let us see the main stages and the associated developmental features. സോ ഇതിൽ പിയാഷെയുടെ 2 സ്റ്റേജ് തിയറി, മോറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മോറൽ ജഡ്ജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പിയാഷെയുടെ 2 സ്റ്റേജസ് ആണ് പറയുന്നത്. സോ അതിൽ യങ്ങർ ചിൽഡ്രൻസ് മോറൽ ഡിലമാസ് എന്ന് പറയുന്നത് ധർമ്മസങ്കടം എന്ന് പറയും. സോ മോറൽ കാര്യങ്ങളിൽ വരുന്ന ധർമ്മസങ്കടത്തിന് യങ്ങർ ചിൽഡ്രൻസ് റെസ്പോൺസ് ചെയ്യുന്നത് ദാറ്റ് വെയർ ഫിക്സഡ് ആയിരിക്കും. വേഴ്സസ് ഓൾഡർ ചിൽഡ്രൻ ആകുമ്പോഴത്തേക്ക് ആ ഡിലമാസിനെ അവർ റിലേറ്റിവിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും റിലേഷനുമായിട്ട് റിലേറ്റ് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മോറൽ വാല്യൂസിന് ചില കുട്ടികൾ യങ്ങർ ചിൽഡ്രൻ ആകുമ്പോൾ അവർക്ക് ഫിക്സഡ് ആണ്. സോ ഇത് ചെയ്യാൻ പാടില്ല. സോ അപ്പം അത് അവിടെ ഫിക്സഡ് ആണ്. ആ മോറൽ ഡിലമാസ്, അവിടെ ഒരു മൊറാലിറ്റി റൈറ്റ് ഓർ റോങ് വരുമ്പോഴത്തേക്ക് അതിൽ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് അവിടെ ഫിക്സഡ് ആണ്. പക്ഷേ കുറച്ചുകൂടി വലുതാകുമ്പോഴത്തേക്ക് ആ മോറൽ ഡിലമാസ് വരുമ്പോഴത്തേക്ക് അത് റിലേറ്റിവിസ്റ്റിക് ആണ്. സോ അത് അവിടുത്തെ ആ ഒരു കൺസെപ്റ്റ് റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിൽ റിലേറ്റിവിസ്റ്റിക് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. സോ ഇനി നമുക്ക് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് നോക്കാം. അതിൻ്റെ സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. സോ മെയിനായിട്ട് 3 സ്റ്റേജസ് ആണ്. സോ അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ലെവൽ 1, സുപ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയും. ഇവിടെ സ്റ്റേജ് 1 അതിൽ ഈ ഒരു ലെവലിൽ തന്നെ 2 സ്റ്റേജായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് 1 ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ് ഓറിയൻറ്റേഷൻ. സോ ഫസ്റ്റ് സ്റ്റേജാണ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ്. മോറൽ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് ഒബീഡിയൻസ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഓറിയൻറ്റേഷൻ ആണ്. ദ ചൈൽഡ് കം ടു സോൾവ് എ മോറൽ ഡിലമ ബൈ ഫോളോയിങ് ദ അഡൾട്ട് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ കൺസിഡേർഡ് ആസ് ഫൈനൽ. ദ ഡിസിഷൻ ടു ഒബേ ഇസ് ഓൾസോ റിഫ്ലക്റ്റഡ് ബൈ ദ കൺസേൺ ഓഫ് ഗെറ്റിംഗ് പണിഷ്ഡ്. മൊറാലിറ്റി ഇസ് സംതിങ് എക്സ്റ്റേണൽ ടു ദം. സോ ആദ്യത്തെ ഒരു സ്റ്റേജ്, ഈ ഒരു പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഇവിടെ കുട്ടികൾക്ക് മോറൽ ഡിലമാസ് വന്നു. സോ ധർമ്മസങ്കടം വന്നത് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്നുള്ള കാര്യം വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ് കുട്ടിയുടെ ഫൈനലൈസേഷൻ ഏതാണ്, അല്ലെങ്കിൽ അഡൾട്ട് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അവിടെ അവരുടെ കാര്യങ്ങൾ ഫൈനൽ കാര്യങ്ങൾ മൊറാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫൈനൽ
ഫൈനൽ എന്ന് പറയുന്നത്. ദ ഡിസിഷൻ ടു ഒബേ ഈസ് ഓൾസോ റിഫ്ലക്റ്റഡ് ബൈ ദ കൺസേൺ ഓഫ് ഗെറ്റിംഗ് പണിഷ്. സോ ഇത് അനുസരിക്കുക എന്ന് പറയുന്നത് അത് എന്തിനെ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുക, അനുസരിച്ചില്ലെങ്കിൽ അത് പണിഷ്മെൻറ്റിലോട്ട് പോകും, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, ഇത് ചെയ്താൽ അച്ഛനമ്മ എന്നെ പണിഷ് ചെയ്യും. സോ എന്നുള്ള കാര്യം അവിടെ ഒരു മോറൽ ഒബീഡിയൻസ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റിലൂടെ ഒരു ഓറിയൻറ്റേഷൻ, മൊറാലിറ്റിക്ക് ഒരു ഇത് കൊടുത്തു. സോ ഇത് കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു എക്സ്റ്റേണലായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. സോ സ്റ്റേജ് 2 ആകുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. Children realize of a possibility of more than one right view. Emphasis remains on doing what helps avoid punishment. What is also seen is the reciprocity concept. One gets what one does to others. So സ്റ്റേജ് 2 ആകുമ്പോഴത്തേക്ക് ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യും, ഒരു കാര്യത്തിന് ഒന്നിലധികം ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മോറൽ വാല്യൂ അനുസരിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ വ്യൂ ആണ്. സോ ഒരു കാര്യത്തിന് ഒന്നിലധികം ശരിയായ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ശരിയായ രീതിയിലൂടെ കാണാമെന്നുള്ള കാര്യം കുട്ടി അവിടെ ഇൻഡിവിജ്വലിസം പഠിക്കും അല്ലേ. സോ മനസ്സിലാക്കിയെടുക്കുന്നത്. എംഫസിസ് റിമെയിൻസ് ഓൺ ഡൂയിങ് വാട്ട് ഹെൽപ്സ് അവോയ്ഡ് പണിഷ്മെൻറ്റ്. സോ ഇവിടെ കുട്ടി എന്തായിരിക്കും കൂടുതൽ നോക്കുന്നത്, എങ്ങനെ പണിഷ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാം, അമ്മ എങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം അത് എങ്ങനെ ആ പണിഷ്മെൻറ്റിൽ നിന്ന് അവോയ്ഡ് ആയിക്കൊണ്ട് അത് മൊറാലിറ്റി ചെയ്യാം ആണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ഓൾസോ സീൻ ഇസ് റെസിപ്രോസിറ്റി കൺസെപ്റ്റ്. റെസിപ്രോസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് അയാൾ ചെയ്തതിൻ്റെ ഭാഗം, കർമ്മ എന്ന് നമ്മൾ പറയും. കർമ്മ ഇസ് എ ബൂമറാങ് എന്ന് പറയും അല്ലേ. സോ ഒരാൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയാൾ മറ്റൊരാളോട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അത് കിട്ടിയിട്ടുള്ളതെന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. സ്റ്റേജ് 2 ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് എന്ന് പറയും. ലെവൽ 2 കൺവെൻഷണൽ മൊറാലിറ്റി. അതിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 3 ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സോ ഇൻ അഡോളസെൻറ്റ് മൊറാലിറ്റി ഗെറ്റ്സ് ബേസ്ഡ് അപ്പോൺ ഗുഡ് ആക്ഷൻ ടുവേർഡ്സ് ദ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. സോ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ അല്ലെങ്കിൽ അഡോളൻ സ്റ്റേജിൽ എത്തുമ്പോൾ മൊറാലിറ്റി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, അവരുടെ ആക്ഷൻസ് ഫാമിലി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോടുള്ള ഗുഡ് ആക്ഷൻസിലൂടെയാണ് കാണിക്കുന്നത്. മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡർ. ഫോക്കസ് ഷിഫ്റ്റ് ടു സൊസൈറ്റി ആസ് എ ഹോൾ. സോ അവരെന്ത് ചെയ്യും, ഫാമിലി മാത്രമല്ല സൊസൈറ്റി ഒരു ഹോളായിട്ട് കാണാൻ ശ്രമിക്കും. മൊറാലിറ്റി ഈസ് നൗ ബേസ്ഡ് ഓൺ ഒബേയിങ് ലോ. സോ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ്, വീട്ടിലുള്ള ലോകൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അവിടെ എന്ത് വേണം, മറ്റ് ലോ, നമ്മുടെ സൊസൈറ്റിയിലുള്ള നിയമങ്ങൾ എന്ത് ചെയ്യണം, പാലിക്കണം. റെസ്പെക്റ്റിംഗ് അതോറിറ്റി ആൻഡ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. അതുപോലെ അധികാരത്തിലുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, സോഷ്യൽ ഓർഡർ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കും. സോ ഈ സ്റ്റേജാണ് കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് സ്റ്റേജ് 5ഉം 6ഉം. സ്റ്റേജ് 5 എന്ന് പറയുമ്പോൾ സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ്. ഫോക്കസ് ഷിഫ്റ്റ് ടു അപ്ഹോൾഡിങ് സെർട്ടൻ ബേസിക് ഹ്യൂമൻ റൈറ്റ് ആസ് വെൽ ആസ് ഡെമോക്രാറ്റിക് പ്രിവിലേജസ്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഫോക്കസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പ്രിവിലേജസ് ഒക്കെ അപ്ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. ഇൻഡിവിജ്വൽ സ്റ്റാർട്ട് ടു ഇവാലുവേറ്റ് ദെയർ ഓൺ സൊസൈറ്റി ആസ് ഗുഡ് ഓർ നോട്ട് ബേസ്ഡ് ഓൺ ദ റൈറ്റ്സ് ആൻഡ് വാല്യൂസ് ദാറ്റ് ഇറ്റ് അപ്ഹോൾഡ്. സോ ഇൻഡിവിജ്വൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, അവരുടെ സൊസൈറ്റി നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന നിയമങ്ങളും അതുപോലെ വാല്യൂസും ഒക്കെ ആ സൊസൈറ്റി അപ്ഹോൾഡ് ചെയ്യുന്ന അതിനെ റിലേറ്റ് ചെയ്ത് അത് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നു. സോ ഇതാണ് സ്റ്റേജ് 5 സോഷ്യൽ കോൺട്രാക്ട്സ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. സോ സ്റ്റേജ് 6 വരുമ്പം യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ആണ്. സോ ദിസ് സ്റ്റേജ് ഇസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ വാല്യൂസ്, യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാലിറ്റി. സോ പേഴ്സണൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് ഉള്ള സ്റ്റേജാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിലെ സ്റ്റേജ് 6 യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാലിറ്റി, ജസ്റ്റിസ്, ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട് ആർ ദ ഫോക്കസ്. സോ ഇവിടെ എന്താണ്, ഇക്വാലിറ്റി, എല്ലാവർക്കും ഒരുപോലെ ഇക്വാലിറ്റി കിട്ടുക അല്ലെങ്കിൽ ജസ്റ്റിസ് കിട്ടുക, ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട്, ഇത്രയുമായിരിക്കും ഈ ഒരു സമയത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. മൊറാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ജസ്റ്റ്. സോ മൊറാലിറ്റി എന്ന് പറയുന്നത് അവിടെ എന്താണ് ശരി അല്ലെങ്കിൽ ശരിയായിട്ടുള്ളവ എന്താണ്, ജസ്റ്റ് എന്താണ് ശരിയായിട്ടുള്ളത് എന്നായിരിക്കും മൊറാലിറ്റി ഈ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നത്.
നെക്സ്റ്റ് നമ്മുടെ കോഗ്നേറ്റീവ് അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെൻറ്റിലെ ലാസ്റ്റ് തിയറിയാണ് കരോൾ ഗില്ലിഗൻ്റെ തിയറി. എ സോഷ്യൽ സൈക്കോളജിസ്റ്റ് വർക്ക്ഡ് വിത്ത് എറിക് എറിക്സൺ ഇൻ 1960s ആൻഡ് ലേറ്റർ ഓൺ ബിക്കം കോൾബർഗ് റിസർച്ച് അസിസ്റ്റന്റ്. ഷീ ബിലീവ് ദാറ്റ് കോൾബർഗ് മോറൽ ഡെവലപ്മെൻറ്റൽ തിയറി വാസ് ബയസ്ഡ് ടുവേർഡ്സ് മെയിൽസ് സിൻസ് ദ സബ്ജect of his study were only males. Gilligan believed that men and women have different moral and psychological tendencies. So കരോൾ ഗില്ലിഗൻ എന്ന് പറയുന്ന അദ്ദേഹം കോൾബർഗുമായിട്ട് ഡെവലപ്മെൻ്റ് തിയറിയിൽ കണ്ടെത്തിയ ഒരു നെഗറ്റീവിസമാണ് ഇവിടെ പറയുന്നത്. സോ ഇദ്ദേഹം പറയുന്നത് കോൾബർഗിൻ്റെ തിയറിയിൽ അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മെയിൽസ് ആണെന്നാണ് പറയുന്നത്. മെയിൽസ് ആകുമ്പോഴത്തേക്ക് മെയിൽസിൻ്റെ സബ്ജക്റ്റുകളാണ് അല്ലേ കൂടുതൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റൂൾസ് അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്നത് റൂൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റിസ്, സോ അങ്ങനെയുള്ള കാര്യമാണ്. സോ സ്ത്രീകൾ കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് എന്തിനാണ്? കെയർ ആൻഡ് റിലേഷൻഷിപ്പ്. സോ കെയറിനും റിലേഷൻഷിപ്പിനുമാണ് കൂടുതൽ വിമൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻ അതർ വേർഡ്സ് ഷീ ബിലീവ് ദാറ്റ് വിമൻ വെയർ നോട്ട് ഇൻഫീരിയർ റാദർ ഡിഫറെൻറ്റ് ദാൻ മെൻ. സോ ഇതിൽ അദ്ദേഹം വിശ്വസിച്ചത് വിമൻസ് എന്ന് പറയുന്നത് ഇൻഫീരിയർ അല്ല, അതിന് പകരം എന്താണ് മെന്നിനേക്കാളും ഡിഫറെൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ദ ഫങ്ഷനിങ് ഈസ് ബേസ്ഡ് ഓൺ എത്തിക്സ് ഓഫ് കെയർ റാദർ ദാൻ എത്തിക്സ് ഓഫ് ജസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഫങ്ഷനിങ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? എത്തിക്സ് ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ജസ്റ്റിസിനെ ബേസ് ചെയ്ത് മാത്രമല്ല. ജസ്റ്റിസ് ബേസ് ചെയ്തിട്ടല്ല എന്ന് പറഞ്ഞതാണ് കരോൾ ഗില്ലിഗൻ. സോ അതിൻ്റെ ബേസിട്ട് ഗില്ലിഗൻ ഡിവൈസ്ഡ് ഹെർ തിയറി ആസ് കംപ്രൈസിങ് പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജസ്. സോ അദ്ദേഹം 3 സ്റ്റേജസ് ആയിട്ടാണ് ഗില്ലിഗൻ ഈ തിയറി കണ്ടത്. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജസ് വേർ ചേഞ്ചസ് occur from selfish stage to social stage to principled morality. Gilligan strongly asserted that the transition from one stage to other is not because of the cognitive capabilities as proposed by Kohlberg and Piaget. സോ ഇദ്ദേഹം ഇതിൽ പറയുന്നത് പിയാഷെ അല്ലെങ്കിൽ കോൾബർഗ് പറഞ്ഞ കണക്ക് ഇവിടെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത ട്രാൻസിഷൻ വരുന്നത് അവിടെ കോഗ്നേറ്റീവ് എബിലിറ്റീസ് കാരണമല്ല, ബട്ട് എന്ത് കാരണം കൊണ്ടാണ്? ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ സെൻസ് ഓഫ് സെൽഫ്. സോ ഒരു വ്യക്തിയിൽ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ മൊറാലിറ്റി ചേഞ്ച് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കരോൾ ഗില്ലിഗൻസ് വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി വാസ് ഫിനോമിനൽ സിൻസ് ഷീ പുട്ട് ഫോർവേഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ സെൽഫ് ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ആൻഡ് വെയർ ദ സെൽഫ് ക്യാൻ ബി എ മാൻ ഓർ വിമൻ. സോ കരോൾ ഗില്ലിഗൻസിൻ്റെ വർക്കിൽ പറയുന്ന ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറയുന്ന ഫിനോമിനലാണ്. ഇതിൽ കൂടുതൽ മോറൽ ഡിസിഷൻസ്, അതായത് സെൽഫ് അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മോറൽ ഡിസിഷൻസിന് ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെൽഫ് എന്ന് പറയുന്നത് മെന്നും ആവാം വിമനും ആകാം എന്നാണ് അദ്ദേഹം പറയുന്നത്.